ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു കുട്ടി ലവ് സ്റ്റോറി ആയിട്ടാണ്. ഒരു കുട്ടിക്കല പ്രണയകാലത്തെ ഒരു കുഞ്ഞു കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ഇവിടെ ഒറ്റയ്ക്ക് എന്ന് പറയുന്നതെന്നല്ലേ? എൻ്റെ ഹസ്ബൻഡായ പുള്ളിക്കാരൻ എൻ്റെ കൂടെ വീഡിയോയിൽ വരാറില്ല. അപ്പോൾ എന്താ, നമുക്ക് ഒറ്റയ്ക്ക് പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ചേട്ടനെ കാണുന്നത് 10th 10th എക്സാം ടൈമൊക്കെ ആയപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഒരാൾക്ക് ഇഷ്ടമുണ്ട്, ആൾക്ക് നേരിട്ട് വന്ന് പറയാൻ ചെറിയൊരു മടിയുണ്ട്, ആളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ വൈകിട്ട് ഒരു 5:30 ആയപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് ഇങ്ങനെ വരെയാണ്. ഒരു സ്പോട്ടിൽ വെച്ച് ഞാൻ ആ ഫ്രണ്ട് എന്ത് ചെയ്തെൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് ആള് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതാരടാ, ആ ഒരു മട്ടായിരുന്നു, വേറെ ഒന്നുമല്ല. എൻ്റെ വീടിൻ്റെ താഴെയാണ് ആളുടെ വീട്, പക്ഷെ ഞാൻ ഇന്നേ ഒരാളെ കണ്ടിട്ടുമില്ല, ആളുടെ ഒരു കാര്യം എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ടേ ആണ് ആളുടെ വീട്. അപ്പം എനിക്ക് ഒരു കാര്യമില്ല, കാരണം ഫേസ്ബുക്കിൽ അറിഞ്ഞൂടാ, ഇൻസ്റ്റയിൽ അറിയത്തില്ല, ഒരിതും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇതാരടാ അങ്ങനെ ഒരു മട്ടിലായിരുന്നു ഇന്ന്. ഓക്കെ, അന്ന് ഞാൻ കണ്ടു, പിന്നെ കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്തു, ഒരു 2-3 ദിവസത്തിന് ശേഷം പിന്നെ ആളെന്ത് ഡയറക്റ്റ് ഒരു 5:30-6 മണിയായപ്പോൾ ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്ന സമയത്ത് ഡയറക്റ്റ് എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ദൈവമേ, എങ്ങനെ എന്നിട്ട് ഒരു ഡയലോഗ്, ആൻസി ഐ ലവ് യു. ഇപ്പോൾ ഒന്നും പറയണ്ട, ആലോചിച്ചിട്ട് എടുത്ത് പറഞ്ഞാൽ മതി. ഞാനൊന്നും മിണ്ടിയില്ല, ടക്കെന്ന് പറഞ്ഞ് ഓടി എന്ത് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഞാൻ ഒരു ലക്ഷം മിണ്ടിയില്ല. വന്ന് പറഞ്ഞതിൻ്റെ ഷോക്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ആൾ പിന്നെ വന്ന് എൻ്റെ അടുത്ത് എന്താണ് കാര്യമെന്നൊന്നും ചോദിച്ചില്ല, ഇഷ്ടമാണെന്നൊന്നും ചോദിക്കാത്തതിന് മെയിൻ കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല, എനിക്ക് വേറൊരു ലൈനുണ്ട്, അത് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള റിലേഷനാണ്, ഞാൻ പറഞ്ഞത് ഒഴിവാക്കി. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ചാപ്റ്റർ നമുക്ക് പിന്നെ വന്നിട്ടില്ല, ആളെൻ്റെ മുമ്പ് വന്നിട്ടേ ഇല്ല. ഒരു 1 ഇയർ ഗ്യാപ്പിൻ്റെ അകത്ത് സംഗീതം വന്നിട്ടേ ഇല്ല. ഒരു 1 ഇയർ കഴിഞ്ഞതിന് ശേഷം 1 ഇയർ അടുത്ത് ഞാൻ +1 കയറിയ സമയത്ത് ആളെന്ത് ചെയ്തു, എനിക്ക് ഇൻസ്റ്റ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നൈറ്റ് ഒരു 2 hours ആ ഒരു ടൈമാണ് ഞാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫോൺ പ്രത്യേകിച്ച് ഇല്ലായിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിൽ ഒരു ഫോളോ റിക്വസ്റ്റ് വന്നു. ഓക്കെ, ഞാൻ നോക്കിയപ്പോൾ ആ പരിചയമുള്ള ആൾ. അപ്പോൾ എൻ്റെ അടുത്ത് പോലെ എന്ത് ചെയ്തു, ആൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ഹായ് ഹലോ അങ്ങനെയൊക്കെ. ഓക്കെ, ഞാനും കോമൺ ആയിട്ട് ഹായ് അങ്ങനെയൊക്കെ. എന്നിട്ട് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മെസ്സേജ് എടുത്ത് നോക്കി റിപ്ലൈ കൊടുക്കും. അപ്പോൾ ഞാൻ അല്ലാതെ റിപ്ലൈ കൊടുക്കാറില്ല. അപ്പോൾ എൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്തു, ഫ്രണ്ട്സ് കൂടെ എന്ത് ചെയ്തു ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ അവരോട് ചിലപ്പോൾ നോക്കുമായിരിക്കും, പിന്നെ അവർ റിപ്ലൈ കൊടുക്കില്ല, ഞാനാണ് റിപ്ലൈ കൊടുക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ ചാറ്റ് നമ്മളിങ്ങനെ ചാറ്റ് ചെയ്ത് പോയി. അത്യാവശ്യം എൻ്റെ ഫാമിലിയും ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഞാൻ ഇതുപോലെ ഷെയർ ചെയ്യാൻ തുടങ്ങി. ആളിതെന്ത് ചെയ്തു, കേട്ടിരിക്കാൻ തുടങ്ങി. എന്താ പറയുക, എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഓരോ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ എന്ത് ചെയ്യും, ഡെയിലി എനിക്ക് എന്നും മെസ്സേജ് അയച്ചാൽ കുറേ കാര്യങ്ങൾ പറയാൻ കാണും. എന്തുവാ, എൻ്റെ വീട്ടിലിങ്ങനെ അടിബഹളം അങ്ങനെയൊക്കെ ഒരുപാട് പറയാൻ കാണുമേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ എന്ത് ചെയ്യും, മെസ്സേജ് വഴി കേൾക്കും, ഓരോ കാര്യങ്ങൾ പറയും. പോട്ടെ, അതൊക്കെ എന്ത് സില്ലി മാറ്റർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയാൾ എന്ത് ചെയ്യും, എന്നെ സമാധാനിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ചേട്ടൻ. അങ്ങനെ പതിയെ ഞാൻ എന്ത് ചെയ്ത ആളെ, പുള്ളിക്കാരൻ്റെ ക്യാരക്ടറല്ല എനിക്ക് പതിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. മെയിൻ കാരണം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കാനുണ്ട്. പതിയെ എനിക്ക് പുള്ളിക്കാരനെ നന്നായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷെ ഞാൻ അത് പറഞ്ഞില്ല കേട്ടോ, ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ചേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ചേട്ടൻ എന്നെ ഇഷ്ടമാണ്. ഓക്കെ, ആള് പെട്ടെന്നൊന്നും ഫസ്റ്റ് കുറേ ദിവസം ഒന്നും മിണ്ടിയില്ല, ഒരു കുറച്ച് ടൈം. എന്നിട്ട് പറഞ്ഞ് ഇത് സത്യമാണോ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് February 19th, വർഷം 2020. ഓക്കെ, മറന്നു, ഞാൻ വർഷം ഓർത്ത് വെച്ചേക്കില്ല. 2020 February ഇതിലാണ് തുടങ്ങിയത് നമ്മുടെ ലവ് സ്റ്റോറി ജേർണി. ഇങ്ങനെ തുടങ്ങി. പിന്നെ ഡെയിലി കാണാറൊന്നുമില്ല. ട്യൂഷന് പറഞ്ഞ സമയത്ത് ആളൊരു സ്ഥലത്ത് നിൽക്കും, ഞാനും ഇതുപോലെ എന്ത് കണ്ട് ഓക്കെ അങ്ങനെ വരും. പിന്നെ വൈകിട്ട് ഒരു 2 hours എന്ത് ചെയ്യും, കോണ്ടാക്ട് ചെയ്യും. കോളല്ല, ചാറ്റ്. കാരണം എനിക്ക് ഫോണും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ എത്ര 1 year ആയി, 2 year ഒക്കെ ആയി. ഇങ്ങനെയൊക്കെ ആയപ്പോൾ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്തു, ഈ റിലേഷൻഷിപ്പ് പോയി. എനിക്ക് പിന്നെ ടെൻഷനായി, എൻ്റെ വീട്ടിൽ സമ്മതിക്കുമോ, അങ്ങനെ. പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഒരു പ്രോബ്ലവും ഇല്ല, കാരണം അച്ഛനും അമ്മയും കൂളാണ്. ആദ്യമേ പറഞ്ഞിട്ടുണ്ട്,
അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് 100% ഉറപ്പുണ്ട്, ഇത് സമ്മതിക്കില്ല. കാരണം ആള് വേറൊരു ജാതിയാണ്, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. താഴ്ന്ന ജാതിയുടെ ആകുമ്പോൾ വീട്ടിൽ ഒട്ടും സമ്മതിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു, അമ്മ ഇവിടെ ഇല്ല, അമ്മ ഇടുക്കിയിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അമ്മമ്മേരെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കൊരാഗ്രഹം സിനിമയ്ക്ക് പോകണം. എന്നെ വീട്ടിൽ ഇന്നേ വരെ ആരും കൊണ്ടുപോയിട്ടില്ല സിനിമയ്ക്കോ ഒരു കാര്യത്തിന്, ആരും കൊണ്ടുപോയിട്ടില്ല. പണ്ട് മുതലേ എൻ്റെ അനിയത്തിയും പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല, എൻ്റെ അമ്മയും പോയിട്ടില്ല. കാരണം പപ്പ ഒരിടും കൊണ്ടുപോകാറില്ല, കറങ്ങാനോ സിനിമയ്ക്ക് ഒരിടും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു സിനിമയ്ക്ക് പോകാൻ ഒരു കൊതി വന്ന്. ഞാൻ എന്ത് ചെയ്തു, ചേട്ടൻ്റെ അടുത്ത് വന്നു, നമുക്കൊരു സിനിമയ്ക്ക് പോകാം, ഞാൻ ഇതുവരെ പോയിട്ടില്ല തിയേറ്ററിൽ. ഫ്രണ്ട്സ് എല്ലാവരും വന്ന് പറയുന്നതുപോലെ പോവും, അടിപൊളിയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്നാൽ നമുക്ക് നാളെ തന്നെ പോവാം. ഞാൻ നാളെയോ? അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, നാളെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ടിക്കറ്റ് സെറ്റ് ചെയ്ത് ഞാൻ കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് കള്ളം പറ്റിച്ചിറങ്ങി എന്ത് ചെയ്ത് ചേട്ടൻ്റെ കൂടെ സിനിമയ്ക്ക് പോയി. ഫസ്റ്റ് സിനിമ എന്താ പറയുക, എനിക്ക് ആ തിയേറ്ററിൽ കയറിയപ്പോൾ എൻ്റെ മുന്നേ എൻ്റെ ആഗ്രഹം സാധിച്ചില്ലേ, ഞാൻ ഫസ്റ്റ് ടൈമല്ലേ കയറുന്നത്, ആ ഒരു ഇതായിരുന്നേ. അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഒരു 3:30 ടൈമൊക്കെ ആയപ്പോൾ ആളെന്നെ കൊണ്ടുവിട്ടു. പക്ഷേ വെള്ളിയാഴ്ച പോയി, ശനിയാഴ്ച എൻ്റെ അമ്മ വന്നു. തിങ്കളാഴ്ച ആയപ്പോൾ ഞാൻ സ്കൂളിൽ പോയില്ലെന്ന് പറഞ്ഞ് കോള് വന്ന്, സ്കൂളിൽ മീൻസ് കോളേജിൽ പോയില്ലെന്ന് പറഞ്ഞൊരു കോള് വന്നായിരുന്നു. അവളന്ന് ആബ്സെൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് കോള് പോയി. എൻ്റെ അമ്മ ഡയറക്റ്റാണ് വന്ന് സ്കൂളിൽ അന്വേഷിച്ചു, അവൾ വന്നിട്ടില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കോളേജിലെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഇറങ്ങിയായിരുന്നു. പക്ഷെ ഞാൻ കോളേജിൽ എത്തിയിട്ടില്ല. അന്ന് അങ്ങനെ സീനായി. വീട്ടിൽ വന്നു, അമ്മ എന്ത് ചെയ്തു, എന്നെ ഇതുപോലെ ചോദിച്ചു, കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു, ആരാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്ത് ചെയ്തു, അവരെന്നെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റാനാണ് ആദ്യം എന്ത് ചെയ്തിരുന്നത്. കാരണം ഇത്രയും സീനൊക്കെ ആകുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുമോ അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, അവർ ഡയറക്റ്റ് തന്നെ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് സ്ഥലം മാറ്റി എൻ്റെ ഇടുക്കിയിലോട്ട്, അമ്മയുടെ ജോലി സ്ഥലത്തോട്ടാക്കി. അവിടെ ഒരു മാസത്തോളം ഒരു ജയിൽവാസം എന്ന് വേണമെങ്കിൽ പറയാം. കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മെസ്സേജ് ഇല്ല, ഒരു ചത്ത ശവം പോലെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. വല്ലതും കഴിക്കും, എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ആ ഒരു അവസ്ഥ. എനിക്ക് പുള്ളിക്കാരനെ പറ്റി ഒന്നും അറിയാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത്, ഫസ്റ്റ് ടൈം ഞാൻ അറിഞ്ഞത് ഇതാരാണെന്ന് അമ്മയും പപ്പയൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ്. പിന്നെ എങ്ങനെയൊക്കെ അവരറിഞ്ഞു, ഫാമിലിയുടെ കുറച്ച് മെമ്പേഴ്സായിട്ട് അവർ വീട്ടിൽ പോയി, ചേട്ടൻ്റെ വീട്ടിൽ പോയി, കുറച്ച് കലിപ്പൊക്കെ ആയി. പിന്നെ അടുത്ത് ഇനി ഒരു കലിപ്പ് വന്നാൽ നല്ല സീനാവും അറിയുമായിരുന്നു. പിന്നെ അവരെന്ത് ചെയ്ത്, വീണ്ടും എന്നെ കോളേജിലോട്ട് വിടാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, കോളേജിലേക്ക് വിടാം, TTC ആണ് പഠിപ്പിക്കുന്നത്, വീണ്ടും പ്രശ്നമാവണ്ട, ഞാൻ എല്ലാം നിർത്താം എന്നൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ പ്രോമിസ് ചെയ്തു. ഞാൻ വീണ്ടും കോളേജിലേക്ക് വന്നു. ഫസ്റ്റ് ഞാൻ പോയത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. എനിക്കൊന്ന് പുള്ളിക്കാരോട് സംസാരിക്കണം, എനിക്ക് ഇനിയും പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇൻസ്റ്റ ലോഗൗട്ട് ചെയ്ത് എടുത്തിട്ട് ഞാൻ എന്ത് പുള്ളിക്കാർക്ക് മെസ്സേജ് ഇട്ടു. ആൾ പറഞ്ഞു, നീ എവിടെയാണെന്ന് മാത്രം എനിക്ക് അറിയത്തില്ലായിരുന്നുള്ളൂ, എന്തായാലും സേഫ് ആയിരിക്കും എന്നറിയായിരുന്നു. ഇങ്ങനെ വീണ്ടും നമ്മുടെ ജേർണി നമ്മളിതുപോലെ കണ്ടിന്യൂ ചെയ്തു. ഒരു കുറേ മാസം ഇങ്ങനെ പോയി. വീണ്ടും എന്ത് ചെയ്തു, വീണ്ടും വീട്ടിൽ പിടിച്ചു, വലിയ പ്രശ്നമായി, എന്നെ തൂക്കി പറക്കിയിട്ട് തല്ലാൻ തുടങ്ങി. എന്ത് ചെയ്തു, അമ്മ ഒരു സൈഡ് വഴക്ക് പറഞ്ഞ് അടിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമായി. അപ്പോൾ ആൾ പറഞ്ഞ്, ഇത്രയും അടി കൊണ്ട് നീ ഇനി അവിടെ നിൽക്കണ്ട, ഇറങ്ങാം, നമുക്ക് ഒരു മാരേജ് ആയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇറങ്ങുള്ളൂ, ഓക്കെ. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ആളുടെ സിറ്റുവേഷൻ എല്ലാം അറിയാമല്ലോ, അത്യാവശ്യം കടവും കാര്യങ്ങളുണ്ട്, എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം പിന്നെ വന്നിട്ടിരുന്നിട്ട് കരയരുത്, നിൻ്റെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, അതൊന്നും വിഷയമില്ല. ആളെന്നിട്ട് പറഞ്ഞു, എൻ്റെ ജാതി, എൻ്റെ വീട് എല്ലാം നീ നോക്കിയിട്ടാണ് പറഞ്ഞത്, എല്ലാം അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല, ഞാൻ എല്ലാം മനസ്സറിഞ്ഞ് തന്നെയാണ് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിപ്പോവാം എന്നൊരു ഡിസിഷനിലെത്തി. കാരണം ഇനി ഇത് വീട്ടിൽ സീൻ പിടിച്ച് എന്നെ വീണ്ടും മാറ്റും. വീണ്ടും ഈ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് വിളിക്കാതിരുന്ന സമയത്തൊക്കെ എനിക്ക് എന്തൊരു ഡിപ്രഷനായിരുന്നു. എനിക്ക് എൻ്റെ ഉള്ളിലുള്ള കാര്യം ആരുടെ അടുത്തും പറയാൻ പറ്റില്ല. എനിക്ക് ഡെയിലി കിടക്കുന്ന ഓരോ കാര്യങ്ങൾ പുള്ളിക്കാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെയൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു, ഇനി ഇത് പിടിച്ചാൽ എനിക്ക് പറ്റത്തില്ലെന്നായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നുള്ളൂ, ആളെന്നെ പൊന്നുപോലെ നോക്കും, ആ ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞ് അന്ന് നൈറ്റ് 12 മണിക്ക് ഞാൻ എന്ത് ചെയ്തു, ഇറങ്ങി എൻ്റെ വീട്ടിൽ നിന്ന്. പക്ഷെ എനിക്ക് എൻ്റെ വേറെ ആരെ പറ്റി എനിക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ അമ്മയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സങ്കടം.
കാരണം വേറെ ഒന്നുമല്ല, ആള് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. എനിക്ക് പപ്പയെ പറ്റി ഒരു പ്രശ്നമില്ലായിരുന്നു. എനിക്ക് എൻ്റെ അമ്മയെ ഓർത്ത സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം 12 അവരറിഞ്ഞു. അങ്ങനെയൊക്കെ നമ്മളെന്ത് ചെയ്യും, ഡയറക്റ്റാ എന്ത് ചെയ്തു, ഒരു കോവിലിൽ പോയി ഒരു താലി കെട്ടി മാരേജ് കഴിച്ച്. അതിനുശേഷം അവർ പറഞ്ഞു ഒന്ന് വീട്ടിൽ വിളിക്ക് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഫസ്റ്റ് വിളിച്ച് പപ്പയാണ് വിളിച്ചത്. പപ്പ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ സ്റ്റേഷനിൽ പോയി. എനിക്ക് സ്റ്റേഷനിൽ പോയപ്പോൾ എൻ്റെ നെഞ്ച് ടക്ക് ടക്ക് ടക്കെന്ന് ഇടിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഒരുപാട് ആൾക്കാർ കൂട്ടത്തിൽ എൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞ് നിൽക്കുന്നു. ഇത് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ടെമ്പർ അങ്ങ് പോയി. ഞാൻ എന്ത് ചെയ്ത്, ആളുടെ അമ്മയുടെ അടുത്ത് പോണില്ല, ഞാൻ ചേട്ടൻ്റെ കൈ പിടിച്ചിറക്കി നിൽക്കുന്നു. വേറെ ഒന്നുമല്ല, കൂടുതൽ കരഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോവും. എൻ്റെ അമ്മ കരയണം എനിക്കിഷ്ടമല്ല, എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോവും. അപ്പം ഞാൻ എന്ത് ചെയ്തു, അമ്മ കൂളായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ സ്റ്റേഷനിൽ സാറ് വിളിച്ചിട്ട് പറഞ്ഞു നീ ഇവരോട് ഇപ്പോൾ പോകുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചേട്ടൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ആ ഡിസിഷൻ എടുത്തത് നല്ലതായിരുന്നു എന്നെ സംബന്ധിച്ച്. ഓക്കെ, അങ്ങനെ പോയി. പിന്നെ എന്ത് ചെയ്തു, പപ്പ എൻ്റെ അടുത്ത് മിണ്ടില്ലായിരുന്നു. ഒരു എത്ര 2 വർഷത്തോളം പപ്പ എൻ്റെ കോണ്ടാക്റ്റ് ഇല്ല, മിണ്ടത്തിലൊന്നുമില്ല. പക്ഷെ അന്ന് മുതൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് മിണ്ടുമായിരുന്നു. അത്യാവശ്യം അവർ വന്ന് കാണും, വിളിക്കും, മെസ്സേജ് എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ ചേട്ടൻ്റെ വീട്ടിലോട്ട് വരില്ല, കാരണം പപ്പ വിലക്കായിരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ കുറേ വീണ്ടും അങ്ങനെയൊക്കെ പോയി. ഒരുപാട് നാൾ എന്താ പറയുക, ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്തു, പപ്പ എന്ത് ചെയ്തു, പപ്പ അമ്മ എന്ത് ചെയ്തു, അടിച്ചിറക്കാൻ ശ്രമിച്ചു. പണ്ടേ ഉള്ളതാണ്, വീട്ടിലിരുന്ന് വഴക്കാണ്, പുതുമയുള്ള കാര്യമില്ല. ഇതിൻ്റെ പേരിലെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എൻ്റെ ഫോട്ടോസ് എല്ലാം ആളെന്ത് ചെയ്തു എറിഞ്ഞ് പൊട്ടിച്ച്, എന്നെ കാണരുത്, വിളിക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അമ്മ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറേ വീണ്ടും മാസങ്ങളും ദിവസങ്ങളും ഇങ്ങനെ പോയി വന്നപ്പോൾ പപ്പയുടെ ക്രൂരതകൾ ഓരോന്നായിട്ട് കൂടിക്കൂടി വന്നു. വേറെ ഒന്നുമല്ല, അമ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങി. എൻ്റെ പേരിലല്ല, പൊതുവെ ഉണ്ട്, പണ്ടേ ഉണ്ട്, ആള് അമ്മയെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ അങ്ങോട്ടായപ്പോൾ എൻ്റെ പേരിലായി, എൻ്റെ അടുത്ത് മിണ്ടുന്നു എന്നൊരിതിലായി ആളമ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ അമ്മ ആ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി, അങ്ങനെയൊക്കെ പോയി. പിന്നെ കുറേ ഇതായപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. ഫസ്റ്റ് അമ്മയടുത്ത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ചേട്ടായി ഓക്കെ, എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മ എൻ്റെ കൂടെ വേണം. പക്ഷേ എൻ്റെ അമ്മയ്ക്കത് കഴിയും എനിക്ക് തോന്നിയില്ല, കാരണം അമ്മ ഒന്നാമത് ടീച്ചറാണ്. അപ്പോൾ ഡെയിലി വന്ന് പോയി നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യുക, അമ്മ ഡെയിലി എന്നെ എപ്പോഴും വിളിക്കും. ഒരു പ്രസൻസ് എനിക്ക് അടുത്തുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ പപ്പയെ വിളിച്ചിരുന്നു, 2-3 തവണ വിളിച്ചു, പക്ഷെ ഫോൺ എടുക്കില്ല. പിന്നെ ഞാനാണ് വിളിക്കണമെന്ന് അറിഞ്ഞ് വീട്ടിൽ വെട്ടോത്തിയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് വെട്ടാനൊക്കെ വന്ന് അതൊക്കെ അങ്ങനെയൊക്കെ പോയി കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ പപ്പയെ വിളിക്കാനൊന്നും പോയിട്ടില്ല, അങ്ങനെ ഒരിത്. പിന്നെ മാരേജൊക്കെ എൻ്റെ ഡെലിവറി ഡേറ്റൊക്കെ ആയ സമയത്ത് അടുത്തായപ്പോൾ പപ്പയെ ഞാൻ വീണ്ടും വിളിച്ചു. കോൾ എടുത്തില്ല. ഓക്കെ കുഴപ്പമില്ല, ഞാൻ ചെയ്ത തെറ്റല്ലേ എന്ന് പറഞ്ഞ് നോക്കി ഞാൻ സമാധാനിച്ച്. അങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. എൻ്റെ അമ്മ ലീവ് എടുത്ത് വന്ന്, ആ സമയത്ത് C-section ആയിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മ എൻ്റെ കൂടെ കൊണ്ടുവിടണം. അങ്ങനെയൊക്കെ അമ്മ വന്ന് എൻ്റെ കൂടെ വിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് എന്ത് ചെയ്തു, ഒരു ആൺകുഞ്ഞ് പിറന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു പപ്പ മിണ്ടും, ഓക്കെ എല്ലാം സെറ്റാവുമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ അങ്ങോട്ട് പോയപ്പോൾ നൂലുകെട്ടിൻ്റെ സമയത്ത് ഞാൻ വീണ്ടും പപ്പയെ വിളിച്ചു. ഞാനും ചേട്ടനും കൂടെ ഒന്നിച്ച് ഇതുപോലെ ഫോൺ കോളിൽ ഇതുവരെ സംസാരിച്ച് നൂലുകെട്ടാണ് പറഞ്ഞു. ശരി വരാം എന്നൊക്കെ പറഞ്ഞ ആൾ നൂലുകെട്ടിനൊക്കെ വന്നു. പിന്നെ വീണ്ടും നമ്മൾ അടിയായി. ഇപ്പം ഞാൻ മിണ്ടാറില്ല പപ്പയടുത്ത്, അമ്മയും മിണ്ടൂല. വീണ്ടും വെറുതെ അങ്ങനെ പൊതുവെ അങ്ങനെയാണ്, എപ്പോഴും വീട്ടിൽ വഴക്കുണ്ടാക്കി അടിച്ചിറക്കി വിടുക, അങ്ങനെയാണ്. പിന്നെ ഞാൻ ഇപ്പം മിണ്ടാറില്ല പപ്പയുടെ അടുത്ത്, കാരണം എനിക്ക് സങ്കടമാണ്. ഒരു തെറ്റ് ഞാൻ ചെയ്ത കാരണം കൊണ്ടാണ് പിണങ്ങിയിരുന്നതെന്ന് ഞാൻ വേണ്ടി. ഇപ്പോഴാണെങ്കിൽ ഞാൻ പപ്പയടുത്ത് മിണ്ടാറില്ല, എൻ്റെ അമ്മയും മിണ്ടൂല. കാരണം അമ്മയ്ക്ക് ആ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയപ്പോൾ അമ്മയും മിണ്ടത്തില്ല. അങ്ങനെ ഇപ്പം അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ട്. അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അമ്മ, അനിയത്തി, ഞാൻ, ചേട്ടൻ, എൻ്റെ വാവ, ഇത്ര പേര് ഇപ്പോൾ ഉണ്ട്. അനിയത്തി ഹോസ്റ്റലിൽ അങ്ങനെയൊക്കെയാണ്.
അങ്ങനെ നമ്മുടെ ലൈഫ് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പം എനിക്ക് ഭയങ്കര ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയോ, ഈ എൻ്റെയും ചേട്ടൻ്റെ ഈ ലവ് സ്റ്റോറി മാരേജിലോട്ട് എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഉപകാരം എൻ്റെ അമ്മയ്ക്കാണ്. വേറെ ഒന്നുമല്ല, അവർക്കിപ്പോൾ ഒരു കയറി കിടക്കാൻ ഒരു സ്ഥലം എൻ്റെ അടുത്താണ് കിടക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു ഇതില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയോടെ പോവായിരുന്നു. ഒരിടം പോലെ വെളിയിൽ എവിടെയെങ്കിലും കിടക്കുന്നേ. അപ്പോൾ പിന്നെ എന്തു പറയാം, എൻ്റെ അമ്മ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഫാമിലി ആയിട്ട് ഇപ്പോൾ ഒരു ടൂറ്, നമ്മൾ ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ എന്തുവാ ചേട്ടൻ വന്നതിന് ശേഷം മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും തോന്നും ഇതൊക്കെ ഒരു നിമിത്തമാണ്. എന്താ പറയുക, ചേട്ടൻ്റെ അടുത്തുള്ളൊക്കെ ഈ ലൈഫ് അടിപൊളിയൊരു നിമിത്തമാണ്. അങ്ങോട്ടൊക്കെ പോകാൻ എന്താ പറയുക, എനിക്ക് എൻ്റെ അമ്മയെ ഹാപ്പി ആയിട്ട് ഇരുത്താൻ പോകുന്നുണ്ട്, എൻ്റെ അനിയത്തിയെ ഒരു സിനിമയ്ക്ക്, ഇവരെയൊക്കെ എനിക്ക് ഒന്നിച്ചെന്ത് എല്ലായിടവും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എൻ്റെ ലവ് സ്റ്റോറി അങ്ങനെ മാരേജൊക്കെ കഴിഞ്ഞ് അടിപൊളി ഒരു കുട്ടിയൊക്കെ ആയിട്ട് ഇപ്പോൾ എന്താ പറയുക അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ അനിയത്തിയുണ്ട്, പിന്നെ പപ്പ ആള് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതുപോലെ തന്നെ മൈൻഡ് ചെയ്യാറത്തല്ല, മിണ്ടി പോയാൽ വീണ്ടും അടിയായിട്ട് വരും, അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാനും പോകത്തില്ല. അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. പറഞ്ഞ് ലവ് സ്റ്റോറി എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി സ്റ്റോറിയൂടെയൊക്കെ ആയിപ്പോയി. അങ്ങനെ ഇപ്പം ഹാപ്പി ആയിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ തുടർന്ന് ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എല്ലാവരും ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.